Hi dear friends, welcome to I+ Training Solutions. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് KTT3 മാത്സ് പെഡഗോഗിയില് തിയററ്റിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളില് നമുക്ക് ആരൊക്കെ പഠിക്കാനുണ്ട്? പിയാഷെയുടെ തിയറി ഉണ്ട്, ബ്രൂണറുടെ ഉണ്ട്, അതേപോലെ ഗാഗ്നെയുണ്ട്. ഇവരുടെ 3 പേരുടെയും തിയറി മാത്സിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പിയാഷെയുടെ ബന്ധപ്പെട്ട തിയറീസ് നിങ്ങൾ ഓൾറെഡി ക്ലാസ് കണ്ടു കാണും. നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാം. ഓക്കെ, പിയാഷെയുടെ ക്ലാസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോ എന്താണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്? ബ്രൂണറാണ്, പിന്നെ ആരുണ്ട്? ഗാഗ്നെയും കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രൂണറുടെ തിയറീസ് നമുക്ക് പഠിക്കാം. ആദ്യം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ബ്രൂണേഴ്സ് തിയറി? ബ്രൂണറുടെ തിയറിയില് വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? മെമ്മറൈസേഷൻ ആസ് ദ മെയിൻ ഗോൾ. ഇതാണ് ബ്രൂണറുടെ തിയറിയിൽ ഉൾപ്പെടാത്തത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ എന്ത് നമ്മൾ പഠിക്കണം? ബ്രൂണറുടെ തിയറിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പഠിക്കണം. എന്തൊക്കെയുണ്ട്? ഡിസ്കവറി ലേണിംഗ്, സ്പൈറൽ കരിക്കുലം, റെപ്രസെന്റേഷൻ സ്റ്റേജസ്. ഇത് 3 നമുക്ക് പഠിക്കണം അല്ലെ? അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് പഠിച്ചു വരാം. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ആരാണ് ബ്രൂണർ എന്നുള്ളത്. An American psychologist who emphasized discovery learning. കണ്ടെത്തൽ പഠനം അല്ലെ? ഡിസ്കവറി ലേണിംഗ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ജെറോം ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് എന്താണ്? സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് എനി സബ്ജക്ട് ക്യാൻ ബി ടോട്ട് ടു എനി ചൈൽഡ് ഇൻ സം ഫോം ആസ് ലോങ് ആസ് ഇറ്റ്സ് ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ്. എന്താ പറയുന്നത്? സ്ട്രോങ് അദ്ദേഹം വിചാരിച്ചിരുന്നത് എങ്ങനെയാണ്? ഏതൊരു കുട്ടിയെയും നമുക്ക് എന്താണ് ചില കാര്യങ്ങളിലൂടെ നമുക്ക് എന്തും പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഇപ്പൊ പണ്ട് ഞങ്ങൾ ബിഎഡിനൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ടീച്ചർ പറയും, നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് കഥകളി പഠിപ്പിക്കണം. ഒരു 9 വയസ്സിനുള്ളിൽ അവനെ അതൊന്ന് തുടങ്ങി വെച്ചാൽ മതി, പിന്നീട് ചിലപ്പോൾ അവനത് പഠിപ്പിക്കാനായിട്ട് പറ്റുമെന്ന് ടീച്ചർ പറയാറുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് ആ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ തന്നെ നമുക്ക് എന്തും കൊടുക്കാം. അതേപോലെ പുള്ളി പറയുന്നത് എന്താണ്? എന്തും നമുക്ക് ഏതൊരു പ്രായത്തിലും നമുക്ക് എന്താണ് അവന്റെ ഡെവലപ്മെന്റ് ഏജ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിപ്പിച്ച് എടുക്കാൻ പറ്റും. സപ്പോർട്ടഡ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് വേർ ലേണേഴ്സ് ആക്റ്റീവ്ലി ബിൽഡ് നോളജ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ബ്രൂണർ ബിലീവ്ഡ് ദ ചിൽഡ്രൻ ലേൺ ഇൻ 3 സ്റ്റേജസ്. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. എന്താണ്? റെപ്രസെന്റേഷൻ സ്റ്റേജസ്. ഫസ്റ്റ് വൺ ആണ് ഇൻആക്റ്റീവ് റെപ്രസെന്റേഷൻ. അതെന്താണ്? ഇറ്റ്സ് ആൻ ആക്ഷൻ ബേസ്ഡ് ഇൻആക്റ്റീവ് റെപ്രസെന്റേഷൻ. അതായത് അതിന്റെ മലയാളം പഠിച്ചു വെക്കണം. കാര്യം നിങ്ങൾക്ക് LP UP ക്കൊക്കെ എക്സാമിന് ഉപകാരപ്പെടും. പ്രവർത്തന ഘട്ടം, അതാണ് ഇൻആക്റ്റീവ് റെപ്രസെന്റേഷൻ. അഥവാ അതെന്താണ്? ഇവിടെ കായികമായിട്ട് കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കുട്ടി ഓരോന്ന് പഠിക്കുന്നത്. അതിനെയാണ് ഇൻആക്റ്റീവ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഐക്കോണിക് ആണ്. ഐക്കോണിക് റെപ്രസെന്റേഷൻ. ഐക്കോണിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇമേജ് ബേസ്ഡ് ആണ്. അതിന്റെ മലയാളം എന്താണ്? ബിംബനഘട്ടം. ബിംബനഘട്ടം ഐക്കോണിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സിംബോളിക് വരുന്നത്. സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് അവിടെ എന്താണ്? പ്രതിരൂപാത്മഘട്ടം. ഓക്കെ, പ്രവർത്തന ഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഇൻആക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്. ഇത് 3 സ്റ്റേജിലൂടെയാണ് ഒരു കുട്ടി ഒരു കാര്യം പഠിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ബ്രൂണർ പറയുന്നത്. അതായത് ഇപ്പൊ നോക്കിക്കേ, മാത്സ് ടോപ്പിക്ക് തന്നെ പറയുവാണ്. അതായത് അഡീഷൻ നമ്മൾ പഠിപ്പിക്കുവാണ്. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് അല്ലെ, ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്താണ്? അവിടെ പ്രവർത്തന ഘട്ടമാണ്, ഇൻആക്റ്റീവ് സ്റ്റേജ് ആണ്. ഐക്കോണിക് സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താണ്? അവിടെ എന്താണ്? നമ്പർ ലൈനൊക്കെ വെച്ച് കാണിച്ച് നമുക്കത് പറഞ്ഞു കൊടുക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് സിംബോളിക് ആണ്. സിംബോളിക് എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത ഫ്രാക്ഷൻ പറയുകയാണ്. ഫ്രാക്ഷൻ ഒരു കുട്ടിക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇൻആക്റ്റീവ് സ്റ്റേജിൽ നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കും? ഒരു പേപ്പർ എടുത്തിട്ട് മുറിച്ച് കാണിച്ചു കൊടുക്കാം അല്ലെ? എന്താണ്? ഈ പേപ്പറിനെ 4 ആക്കി മുറിക്കാം. അതൊക്കെയാണ് നമുക്ക് ഇൻആക്റ്റീവ് സ്റ്റേജിൽ കൊടുക്കാൻ പറ്റുന്നത്. ഐക്കോണിക് ആവുമ്പോൾ എന്താണ്? പൈ ചാർട്ടൊക്കെ വരയ്ക്കാനൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐഡിയ കൂടുതൽ കിട്ടും. അവിടെ എന്താണ്? ബിംബന ഘട്ടമാണ്. നെക്സ്റ്റ് എന്താണ്? അതിന്റെ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് ആ ഒരു ഐഡിയ നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ സിംബോളിക് ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ജോമെട്രി ആണ്. ജോമെട്രി നോക്കിക്കേ, ബിൽഡിംഗ് ഷേപ്സ് ഒക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം.
പിന്നീട് എന്താണ് ബിംബനഘട്ടം, അവരെ വരക്കാൻ പഠിപ്പിക്കാം. നെക്സ്റ്റ് യൂസ് ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്ത് അതിനെ എന്ത് ചെയ്യാണ്, ഒരു പ്രോബ്ലം എന്നുള്ളതിനെ സോൾവ് ചെയ്യാനായിട്ട് പഠിപ്പിക്കാനായിട്ട് പറ്റും. ഇനിയാണ് നമ്മുടെ സ്പൈറൽ കരിക്കുലം. നമ്മൾ ഇതിന്റെ മാത്സിന്റെ നേച്ചറിൽ അതേപോലെ കരിക്കുലത്തിലൊക്കെ നമ്മൾ ഈ സ്പൈറൽ കരിക്കുലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താന്ന് നോക്കിക്കേ, ജെറോം ബ്രൂണർ സ്പൈറൽ കരിക്കുലം ഈസ് ആൻ എഡ്യൂക്കേഷണൽ അപ്രോച്ച്. എന്താണ്? കീ കൺസെപ്റ്റ് ആർ തോട്ട് റിപ്പീറ്റഡ്ലി ഓവർ ടൈം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു ബേസിക് ഐഡിയ. ഇപ്പൊ ഒരു കുട്ടിയെ നമ്പർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്പറാണ് അവിടുത്തെ ബേസിക് ഐഡിയാസ്. അവനെ വീണ്ടും അതിൽ നിന്ന് എന്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും, ഫ്രാക്ഷനിലോട്ട് എത്തിക്കാൻ പറ്റും. നെക്സ്റ്റ് അവൻ അഡീഷനിലേക്ക് എത്തിക്കാം, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ എല്ലാത്തിന്റെയും ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ നമ്പേഴ്സ് ആണ്. അതായത് സ്പൈറൽ കരിക്കുലം ആ ഒരു ബേസിക് ഐഡിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കോംപ്ലക്സിറ്റി കൂട്ടി വരുവാണ്. Each time the concept is revisited with a greater depth and complexity. ഓരോ സമയവും നമ്മൾ ആദ്യം നമ്പർ പഠിപ്പിച്ചു, അടുത്ത ഫ്രാക്ഷൻ ആക്കി, അപ്പൊ എന്താണ്, വീണ്ടും നമ്പർ എന്ന് പറയുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് അവിടെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടി കോംപ്ലക്സിറ്റി കൂടി ഫ്രാക്ഷനോട്ട് മാറി. അടുത്ത എന്താ, ഫ്രാക്ഷന്റെ അഡീഷൻ പഠിപ്പിച്ചു, ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചു. ആ ഒരു ബേസിക് കൺസെപ്റ്റിനോട് മാറ്റമില്ല. കാര്യങ്ങൾ എന്താണ്, കോംപ്ലക്സിറ്റി കൂട്ടി നമ്മൾ കൊണ്ടുവരാണ്. ലേണേഴ്സ് ബിൽഡ് ഓൺ പ്രയർ നോളജ് ഇൻ സ്ട്രക്ചേർഡ് ഏജ് അപ്രോപ്രിയേറ്റ് വേ. അല്ലെ, ഓരോ സമയത്തും ഒരു കുട്ടിക്ക് എന്ത് കൊടുക്കണം. ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് പോയിട്ട് നമുക്ക് ഫ്രാക്ഷൻ കൊടുത്ത് അതിനെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവന് പറ്റിയെന്ന് വരില്ല. അവന്റെ ഏജിനനുസരിച്ച്, അവന്റെ മെന്റൽ സ്ട്രക്ചറിനനുസരിച്ച് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, അവർക്കുള്ള നോളജ് നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്പൈറൽ കരിക്കുലം മാത്സിൽ വർക്ക് ചെയ്യുന്ന നോക്കാം. പ്രിവെന്റ്സ് നോളജ് ലോസ് ഓവർ ടൈം. അതായത് ഇപ്പൊ ഒരു കുട്ടി നമ്പർ എന്താന്ന് പഠിച്ചു, അടുത്തത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങളാണ് അവൻ പിന്നീട് പഠിക്കുന്നതെങ്കിൽ അവന്റെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ത് സംഭവിക്കും, അതങ്ങ് മറന്നുപോകും. അല്ലെ, എൻകറേജസ് കൺസെപ്ച്വൽ ക്ലാരിറ്റി ആൻഡ് ലോങ് ടൈം റിറ്റൻഷൻ. ഇങ്ങനെ എപ്പോഴും എന്താണ്, ആ ഒരു കൺസെപ്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും, അത് ലോങ് ടൈം റിട്ടൻഷൻ നമ്മുടെ ബുദ്ധിയിലേക്ക് എന്താണ്, ഒരിക്കലും അത് പെട്ടെന്നൊന്നും മറന്നു പോകില്ല. ഇപ്പൊ നമ്മൾ ഒരു 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ പഠിപ്പിക്കും എന്താണ്, ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. എങ്കിൽ അതൊരു 7-8ലേക്ക് എത്തുമ്പോഴേക്കും എന്താണ്, ചിലപ്പോൾ അതിങ്ങനെ വന്നിട്ട് ഒരു കളിസ്ഥലത്തിന്റെ ഏരിയ ആണ്, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്. അതിന് ചുറ്റും അപ്പോഴും ഇവിടുത്തെ ബേസിക് കൺസെപ്റ്റ് L/B തന്നെയാണ്. അല്ലെ, കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മളോട് പറയുകയാണ് ഒരു ചുമര് പെയിന്റ് അടിക്കണം, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയാം. അല്ലെ, അങ്ങനെ എന്താണ്, ആ ഒരു അപ്പോഴും ബേസിക് ഐഡിയക്ക് അവിടെ എന്താണ്, ഒരു മാറ്റം ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് എന്താ, പൈതഗോറസ് തിയറം. അല്ലെ, ഇവിടെ എന്താണ്, h², ഇവിടെ a², ഇവിടെ b, a² + b² എന്ന് പറയുന്നത് h² ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പൈതഗോറസ് തിയറം എന്താണ്, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്ന കർണ സ്ക്വയർ ആണ്. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പോട്ടനസ് സ്ക്വയർ ആണ്. ഇത് നമ്മളൊരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. പക്ഷെ നമ്മളത് +1 +2 വരുന്നു, നമ്മൾ എന്ത് പഠിക്കുന്നു, സൈനും കോസും ടാനും പഠിക്കുന്നു. അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഈ പറയുന്ന പൈതഗോറസ് തിയറം നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നില്ലേ. ഓക്കെ, സപ്പോർട്ട്സ് ലേണേഴ്സ് ഹു ഡെവലപ്പ് അറ്റ് ഡിഫറെന്റ് പേസസ്. അല്ലെ, അതായത് ഓരോ കുട്ടികളുടെയും സ്പീഡ് അനുസരിച്ച് അവരെല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. റീഇൻഫോഴ്സസ് ഫൗണ്ടേഷണൽ ഐഡിയാസ് എസെൻഷ്യൽ ഫോർ അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ്. അവരെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ്, ആ ഒരു അഡ്വാൻസ്ഡ് മാത്സ് ടോപ്പിക്കിലോട്ട്. ഓക്കെ, ഇത്രയുമാണ് സ്പൈറൽ കരിക്കുലമിൻ മാത്സ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുവാണ്. നമ്പർ സെൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുത്തു, കൗണ്ടിങ്, കമ്പയറിങ്, പ്ലേസ് വാല്യൂ ഒക്കെ പഠിപ്പിച്ചു. പിന്നീട് കുറച്ചും കൂടി അടുത്ത സ്റ്റേജിലേക്ക് വരുവാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എന്താണ്, ലാർജ് നമ്പേഴ്സ് ആയി, ഡെസിമൽസ് ആയി, ഓപ്പറേഷൻസ് ആയി. നെക്സ്റ്റ് അടുത്ത സ്പൈറൽ കരിക്കുലത്തിലേക്ക് അടുത്ത വരുവാണെങ്കിൽ എന്താ, റാഷണൽ നമ്പേഴ്സ് ആയി, എക്സ്പോണൻസ് ആയി, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരുന്നു. ഇതിനെയാണ് നമ്മൾ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. അല്ലെ, ഇതിന്റെ എല്ലാത്തിന്റെയും ബേസിക് എന്താണ്, നമ്പർ ആണ്. നെക്സ്റ്റ് വരുവാണ് ഫ്രാക്ഷൻ എടുത്തു, ഫ്രാക്ഷന്റെയും ബേസിക് നമ്പർ സെൻസ് ആണ്. ഇനി അതിൽ നിന്ന് അടുത്ത കണക്ഷനോട്ട് വന്നു, ഫ്രാക്ഷൻ വന്നു. ആദ്യം നമുക്ക് പഠിപ്പിക്കാം ഹാഫ് എന്താണ്, ക്വാർട്ടർ എന്താണെന്നൊക്കെ നമുക്ക് എന്താണ്, ഒരു പേപ്പറൊക്കെ ഉപയോഗിച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഈ പറയുന്ന ഹാഫ് തന്നെയാണ് ഈ പറയുന്ന 2/10 എന്നുള്ളത്, 5/10 എന്നുള്ളത് കുട്ടിക്ക് കാണിച്ചു കൊടുക്കാം. അല്ലെ, അതിന്റെ അഡീഷൻ പഠിപ്പിച്ചു കൊടുക്കാം.
അടുത്തതിലേക്ക് വരുമ്പോൾ അതിന്റെ ഓൾജിബ്രിക് ആയിട്ട് വരുന്ന ഓപ്പറേഷൻസിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ അതിന്റെ എല്ലാത്തിന്റെയും ബേസ് എന്താണ്? ഈ പറയുന്ന ഫ്രാക്ഷൻ ആണ്. ഈ ഫ്രാക്ഷന്റെ ബേസ് എന്താണ്? നമ്പർ സെൻസ് ആണ്. ഇങ്ങനെയാണ് സ്പൈറൽ കരിക്കുലം എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. കണ്ടോ? ഇതാണ് ബ്രൂണറുടെ ചൈൽഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, മോഡ് ഓഫ് റെപ്രസെന്റേഷൻ. ഓക്കെ, അതായത് ആ ഒരു ഐക്കോണിക് എന്തൊക്കെയാണ്? ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക് സ്റ്റേജ്. ആ 3 സ്റ്റേജിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു കുട്ടി ഒരു കാര്യത്തെ പഠിക്കുന്നത്. നെക്സ്റ്റ് സ്കഫോൾഡിങ്. നമുക്ക് വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ട് സ്കഫോൾഡിങ് പഠിക്കാനുണ്ട്. സപ്പോർട്ടീവ് ഗൈഡൻസ് എൻഹാൻസ് ചിൽഡ്രൻസ് ലേണിംഗ് കേപ്പബിലിറ്റി. സപ്പോർട്ടിംഗ് ആണ് സ്കഫോൾഡിംഗ് എന്ന് പറയുമ്പോൾ. ശരിക്കും എന്താണ്? ഒരു ഗൈഡൻസ് കൊടുക്കുക, ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്പൈറൽ കരിക്കുലം ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? അപ്പൊ ബ്രൂണറുമായിട്ട്. എന്താണ്? റീവിസിറ്റിംഗ് ടോപ്പിക് പീരിയോഡിക്കലി ഡീപ്പൻസ് അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ? ആഴം കൂട്ടി വരികയാണ്. ഡിസ്കവറി ലേണിംഗ്. ചിൽഡ്രൻ ലേൺ ആക്റ്റീവ്ലി ത്രൂ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇത് 4 നമ്മൾ ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കണ്ടോ? ഡിസ്കവറി ലേണിംഗ്, സ്പൈറൽ കരിക്കുലം, റെപ്രസെന്റേഷൻ സ്റ്റേജസ്. അവിടെയാണ് ഈ ആൻസർ വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, ബ്രൂണേഴ്സ് തിയറി അലൈൻസ് മോസ്റ്റ് ക്ലോസ്ലി വിത്ത് വിച്ച് അപ്രോച്ച്? ഏത് അപ്രോച്ചിലാണ് ബ്രൂണറുടെ തിയറി വരുന്നത്? അത് കൺസ്ട്രക്റ്റിവിസം ആണ്, അല്ലെ? ചെയ്ത് പഠിക്കുക എന്നുള്ള ബിഹേവിയറിസം, കൺസ്ട്രക്റ്റിവിസം, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്. അപ്പൊ ഏതാണ് ബ്രൂണറുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? കൺസ്ട്രക്റ്റിവിസം ആണ്. വാട്ട് ഈസ് എ ടീച്ചേഴ്സ് റോൾ അക്കോർഡിംഗ് ടു ബ്രൂണർ തിയറി? ബ്രൂണറുടെ തിയറി അനുസരിച്ച് ഒരു അധ്യാപിക എന്നവരുടെ റോൾ എന്താണെന്ന്. ടു ഡയറക്ട്ലി ഗീവ് ഇൻഫർമേഷൻ ആണോ? ഒരിക്കലുമല്ല. അത് ലെക്ചർ മെത്തേഡിൽ വരും, അല്ലെ? ടു ലെക്ചർ ഫോർ ലോങ് പീരീഡ്സ്, അതുമല്ല. എന്താണ്? ടു ഫോക്കസ് ഓൺലി ഓൺ ടെസ്റ്റ്, അല്ലെ? പരീക്ഷകൾക്ക് വേണ്ടി മാത്രം തയ്യാറെടുക്കേണ്ടവരല്ല കുട്ടികൾ, അല്ലെ? അതിനുവേണ്ടി മാത്രം നമ്മൾ എന്താ റെഡിയാക്കി എടുക്കേണ്ടവരല്ല നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത്. ടു ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ ആൻഡ് ഗൈഡ് ഫോർ ഡിസ്കവറി. എന്താണ്? കുട്ടികളെ കണ്ടെത്താനായിട്ട് നമ്മൾ എന്തിനും ഒരു ഗൈഡായിട്ടും ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടും കൂടത്തിൽ നിൽക്കണം. അതാണ് ബ്രൂണറുടെ തിയറി അനുസരിച്ച് ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത്. എ ക്ലാസ് 5 സ്റ്റുഡന്റ് ഈസ് യൂസിങ് എ പൈ ചാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഹാഫ് ആൻഡ് ക്വാർട്ടർ. ദിസ് റെപ്രസെന്റ് വിച്ച് മോഡ്? ഏതാണ്? അതായത് 5ാം ക്ലാസ് ആയപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പൈ ചാർട്ട് കണ്ടിട്ട് അവൻ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ഇതാണ് അതിന്റെ ഹാഫ്, ഇതാണ് അതിന്റെ ക്വാർട്ടർ എന്ന് മനസ്സിലാക്കി. ഇത് ഏത് സ്റ്റേജ് എന്നാണ് പറയുന്നത്? ഏതാണിത്? ഐക്കോണിക് ആണ്. ബിംബനഘട്ടം, അല്ലെ? ബിംബനഘട്ടം. അക്കോർഡിംഗ് ടു ബ്രൂണർ, ലേണിംഗ് ഹാപ്പൻസ് ത്രൂ വിച്ച് 3 മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ? എന്തൊക്കെയാണ് പറയുന്നത്? കോൺക്രീറ്റ്, പിക്ടോറിയൽ, സിംബോളിക്, ഫിസിക്കൽ, മെന്റൽ, അബ്സ്ട്രാക്ട്, വെർബൽ, വിഷ്വൽ, ലോജിക്. ഏതാണ്? ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്. എന്താണ് പറയുന്നത്? പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇൻ ബ്രൂണേഴ്സ് ലേണിംഗ് തിയറി ദ ഇനാക്റ്റീവ് മോഡ്, അനാക്റ്റീവ് ഫസ്റ്റ് ആണല്ലേ പറയുന്നത്, പ്രവർത്തനഘട്ടമാണ് പറയുന്നത്. യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് സിംബൽസ്, ലേണിംഗ് ത്രൂ പിക്ചേഴ്സ്, ലേണിംഗ് ത്രൂ ഫിസിക്കൽ ആക്ഷൻസ് ആൻഡ് മാനിപ്പുലേഷൻ, ലേണിംഗ് ത്രൂ മെമ്മറൈസേഷൻ. എന്താണ് ലേണിംഗ് ത്രൂ? ഫിസിക്കൽ ആക്ഷൻ, അതായത് നമ്മൾ പറഞ്ഞു പ്രവർത്തനഘട്ടമാണ്, അല്ലെ? പ്രവർത്തനമാണ്. അവിടെ എന്താണ് വരുന്നത്? ആക്ഷൻ ബേസ്ഡ് ആണ് നമ്മൾ പറഞ്ഞാണ്, ആക്ഷൻ ബേസ്ഡ്. അപ്പൊ ഇവിടെ എന്താണ്? ഫിസിക്കൽ ആക്ഷൻസ് ആൻഡ് മാനിപ്പുലേഷൻസ് ആണ്. A teacher using paper folding to teach fractions is applying which Bruner's learning modes? പേപ്പർ ഫോൾഡിങ് ഏതായിരിക്കും? ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്, വെർബൽ. അത് ഏതാണ്? ഇനാക്റ്റീവ് മോഡലാണ്, പ്രവർത്തനഘട്ടമാണ്, അല്ലെ? അതിനാണ് ഞാൻ ആ ബോക്സ് കാണിച്ചു തന്നത്. പറയുന്ന ബോക്സിൽ നമ്മൾ പറയുന്നില്ലേ ഓരോന്നും ആ ഒരു ഘട്ടം ഘട്ടമായിട്ട് വരുന്നത്. Bruner's concept of spiral curriculum refers എന്താണ്? ടീച്ചിങ് എ കൺസെപ്റ്റ് ഓൺലി വൺസ് ഇൻ ഡീറ്റെയിൽ, ഒരിക്കൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആണോ? അല്ല. റിപ്പീറ്റിംഗ് ടോപ്പിക്സ് വിത്തൗട്ട് ചേഞ്ച്, ഒരു ചേഞ്ചും ഇല്ലാണ്ട് അതെങ്ങനെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണോ കരിക്കുലം? സ്പൈറൽ കരിക്കുലം എന്ന് ഉദ്ദേശിക്കുന്നത് അതുമല്ല. ടീച്ചിങ് സിമ്പിൾ അരിത്തമെറ്റിക് കണ്ടിന്യൂസ്ലി, ഇതുമല്ല. എന്താണ്? റീവിസിറ്റിംഗ് കീ കൺസെപ്റ്റ് അറ്റ് ഇൻക്രീസിംഗ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി, അതിന്റെ കോംപ്ലക്സിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? ആ കീ കൺസെപ്റ്റിനെ റീവിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്? സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് റിഫ്ലക്ട്സ് ബ്രൂണേഴ്സ് വ്യൂ ഓഫ് മാത്സ് ലേണിംഗ്? എന്താണ്? ലേണിംഗ് ത്രൂ പണിഷ്മെന്റ് ആൻഡ് റിവാർഡ്,
Learning occurs only through memorization. Learning is constructed through discovery and experience. Learning should be purely symbolic. എന്താണ് പറയുന്നത്? Learning is constructed through discovery and experience. നമ്മൾ പറഞ്ഞു ഡിസ്കവറി ലേണിംഗ് മെത്തേഡ്, അത് പറഞ്ഞു, കണ്ടെത്തൽ പഠനം. അപ്പൊ എന്താണ് ഇവിടെ നമ്മുടെ ബ്രൂണറുടെ തിയറിയുമായിട്ടാണ്. അപ്പൊ എന്താണ്? ലേണിംഗ് ഈസ് കൺസ്ട്രക്റ്റഡ് ത്രൂ ഡിസ്കവറി ആൻഡ് എക്സ്പീരിയൻസ്. In a spiral curriculum, a concept like fractions is taught എന്താണ്? Once in upper primary only, is in increasing difficulty across multiple grades, only with the formulas after students learn algebra. എപ്പോഴാണ് നമ്മൾ ഫ്രാക്ഷൻ എങ്ങനെയാണ്? ഇൻ ഇൻക്രീസിങ് ഡിഫിക്കൽറ്റി അക്രോസ് മൾട്ടിപ്പിൾ ഗ്രേഡ്സ് അല്ലെ. ആദ്യമേ നമ്മൾ ചിലപ്പോൾ കുട്ടികളെ ക്ലാസ്സിൽ എന്താണ്, ഇതൊരു കേക്കാണ്, ഇത് മുറിച്ചു കഴിഞ്ഞാൽ ഇത് 1/2 ആണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അടുത്ത എന്താണ്, അടുത്തത് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന 4 ആക്കി മുറിച്ച് 1/2, സോറി ഇത് 1/4, ഇത് 1/4 ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കും. നെക്സ്റ്റ് ഈ പറയുന്ന 1/2 + 1/2 കൂട്ടാൻ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പല പല കാര്യങ്ങളും എന്താണ്, ഡിഫിക്കൽറ്റി കൂട്ടി വരികയാണ് അല്ലേ. The sequence inactive, iconic, symbolic in max instruction represent. എന്താണ് ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്? നമുക്കറിയാം എന്താണ്, ബ്രൂണറുടെ സ്റ്റേജസ് ഓഫ് റെപ്രസെന്റേഷൻ ആണ്. പിയാഷെ, ഗാഗ്നെ, മാസ്ലോ, ആരുടേതാണ്? ബ്രൂണർ സ്റ്റേജ് ഓഫ് റെപ്രസെന്റേഷനെയാണ് ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക് എന്ന് പറയുന്നത്. A teacher asking students to explore and generate patterns rather than giving formulas is practicing. എന്താണ്? റോട്ട് ലേണിംഗ്. ടീച്ചർ ആസ്കിങ് സ്റ്റുഡൻസ് ടു എക്സ്പ്ലോർ ആൻഡ് ജനറേറ്റ് പാറ്റേൺ. അതായത് കുറെ ഫോർമുലാസ് ഡയറക്റ്റ് കൊടുക്കാണ്ട് ടീച്ചർ പറയുകയാണ് ആ ഒരു എന്താണ് പാറ്റേൺസിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞ എന്താണ്? റോട്ട് ലേണിംഗ്. കാണാപ്പാഠം പഠിക്കുകയാണോ? അല്ല. ഡിസ്കവറി ലേണിംഗ്, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, ഓഡിയോ വിഷ്വൽ ഇൻസ്ട്രക്ഷൻ. ഏതായിരിക്കും അവിടെ? ഡിസ്കവറി ലേണിംഗ്. കുട്ടികളായിട്ടാണ് ചെയ്ത് പഠിക്കുന്നത് അല്ലേ. Which of the following is an example of symbolic representation in maths? Symbolic representation എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും എന്താണ്? സിമ്പിൾസ് ആയിരിക്കും വരേണ്ടത്. Using manipulative to add, drawing bar models, writing an equation like 3x + 5 = 20, cutting paper to show halves. ഇതൊക്കെ ഏതാണ്? ഇനാക്റ്റീവ്, സിംബോളിക് അല്ലേ. ഇവിടെ സിംബോളിക് പറയുമ്പോൾ ഏതാണ്? സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. 3x + 5 = 20 എന്നുള്ളത്. In a spiral curriculum, which teaching strategy is most authentic? ഏതാണ്? Teaching fractions only in class 5. Introducing place value only in class 3. Introducing shape in class 1. Deepening discussion in class 4. And exploring proof in class 8. Avoiding previous topics and moving ahead. എന്തായിരിക്കണം ഒരു മോസ്റ്റ് സ്പൈറൽ കരിക്കുലം അനുസരിച്ച് ഒതന്റിക് ആയിട്ട് വരേണ്ടത്? അതായത് നമ്മൾ പറഞ്ഞു എന്താണ് ചെറിയ കാര്യങ്ങൾ റീവിസിറ്റിംഗ് ദ ടോപ്പിക് എന്നല്ലേ നമ്മൾ പറയുന്നത്. വിത്ത് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി കൂട്ടി എന്ത് ചെയ്യണം? ആ ഒരു ബേസിക് ഐഡിയ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എന്ത് ചെയ്തു? 1ാം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു എന്താണ് സർക്കിള്, എന്താണ് ട്രയാങ്കിള്, എന്താണ് സ്ക്വയർ എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അടുത്ത അതിൽ കുറച്ചും കൂടി എന്താണ് സ്ക്വയറിന്റെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചു. 8ാം ക്ലാസ് ആകുമ്പോൾ അതിന്റെ കുറെ പ്രോപ്പർട്ടീസും തിയറംസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഏതാണ് സ്പൈറൽ കരിക്കുലമായിട്ട് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ സി ആണ്. According to Bruner, which of the following promote active mathematical learning? എന്താണ്? റിപ്പീറ്റിംഗ് ഫോർമുലാസ് റെഗുലർലി. ആക്റ്റീവ് മാത്സ് ലേണിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഫോർമുലാസ് ഇങ്ങനെ കാണാപ്പാഠം പഠിപ്പിച്ച് നടക്കൂ. സോൾവിംഗ് പ്രോബ്ലംസ് ബൈ കോപ്പിയിങ് ടീച്ചർ സ്റ്റെപ്പ്. ടീച്ചർ അങ്ങ് ബോർഡിൽ പോയി എഴുതുക, പിള്ളേരോട് കോപ്പി ചെയ്യാൻ പറയുക. അതുമല്ല. എൻകറേജിങ് ലേണേഴ്സ് ടു ഡിസ്കവർ കോൺസെപ്റ്റ് ദംസെൽഫ്, ഗിവിംഗ് ഓൺലി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? എൻകറേജിങ് ലേണേഴ്സ് ടു ഡിസ്കവർ കോൺസെപ്റ്റ് ദംസെൽഫ് അല്ലെ. അവരായിട്ട് കണ്ടുപിടിക്കുക. ഡിസ്കവറി ലേണിംഗ് മെത്തേഡ്. അപ്പൊ എൻകറേജ്, കുട്ടികളെ തന്നെ എന്ത് ചെയ്യുക? അവരെ എൻകറേജ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ ഒരു കൺസെപ്റ്റ് അവരിലേക്ക് തന്നെ അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പഠിപ്പിക്കണം. A student first use fingers to count. Okay. Then use pictures. And finally learns to calculate mentally. This progression as follows. എന്താ പറയുന്നത്? ഇനാക്റ്റീവ് അല്ലെ. ആദ്യം അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ ആക്ഷൻ ബേസ്ഡ് ആണ്. പിന്നീട് എന്ത് പറയുന്നു? വിഷ്വൽ അല്ലെ, വിഷൻ ബേസ്ഡ് ബിംബന ഘട്ടം. നെക്സ്റ്റ് അതിനെന്ത് ചെയ്യുന്നുണ്ട്? പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഏതായിരിക്കും അത്? വൈഗോട്സ്കി സോണോ പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ZPD എന്ന് പറയുന്നത്.
ഗാഗ്നേസ് ഇൻസ്ട്രക്ഷണൽ ഇവന്റ്സ്, ബ്രൂണേഴ്സ് മോഡ് ഓഫ് റെപ്രസെന്റേഷൻ, പിയാഷേസ് അസിമിലേഷൻ. ഏതാണ് അത്? ബ്രൂണേഴ്സ് മോഡ് ഓഫ് റെപ്രസെന്റേഷൻ ആണ്. ഗാഗ്നയുടെ ഇൻസ്ട്രക്ഷൻ ലെവൽസ് ഇവന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ് അതായിരിക്കും കേട്ടോ. In Bruner's theory, the iconic stage is most effectively supported by iconic stage എന്ന് പറയുന്നത് അല്ലെ, ഹാൻഡ്സ് ഓൺ മെറ്റീരിയൽ, അബ്സ്ട്രാക്ട് ഫോർമുലാസ്, ഡയഗ്രാംസ് ആൻഡ് പിക്ചേഴ്സ്, റോട്ട് മെമ്മറി. ഐക്കോണിക് എന്ന് പറയുമ്പോൾ എന്താണ്? ബിംബന ഘട്ടമാണ് അല്ലെ. അവിടെ ഏതാണ്? വിഷൻ ബേസ്ഡ് ആണ്. അപ്പൊ ഏതായിരിക്കും? ഡയഗ്രാംസ് ആൻഡ് പിക്ചേഴ്സ് ആണ്. ആക്ഷൻ ബേസ്ഡ് ആണ് എന്ത്? ഇനാക്റ്റീവ് എന്ന് പറയുന്നത്. ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക് വരുന്നത്. Which statement best supports Bruner's belief about readiness for learning? എന്താണ്? അതായത് റെഡിനെസ് ഫോർ ലേണിംഗ്, കുട്ടി പഠിക്കാൻ എന്താണ് കുട്ടി പഠിക്കാൻ റെഡി ആണെന്ന്, കുട്ടിയുടെ റെഡിനെസ്സിനെ സൂചിപ്പിക്കുന്നെന്നാ പറയുന്നത്. ചിൽഡ്രൻ മസ്റ്റ് ബി തോട്ട് ഓൺലി ആഫ്റ്റർ മാസ്റ്ററിങ് ഓൾ പ്രീ സ്കിൽസ്. അവരെന്താണ്? എല്ലാ സ്കിൽസും പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് വേണം അവരെ വ്യക്തമായ, അതായത് പ്രീ സ്കിൽസ് കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കിൽസ് ആയിട്ടുള്ള, അതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് വേണം അവരെ പഠിപ്പിക്കാൻ തുടങ്ങുകയാണെന്ന്. കോംപ്ലക്സ് ടോപ്പിക്സ് ഷുഡ് ബി ഡിലൈഡ് അൺടിൽ ഹയർ ക്ലാസ്സസ്. ഹയർ ക്ലാസ് എത്തും വരെ കോംപ്ലക്സ് ടോപ്പിക്കുകളൊന്നും എന്ത് ചെയ്യുക? പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. എനി സബ്ജക്ട് ക്യാൻ ബി ടോട്ട് ഇൻ സം ഫോം ടു എനി ചൈൽഡ് ഇൻ എനി ഏജ്. ഇതാണ് പറയുന്നത്. ഏതൊരു സബ്ജക്റ്റും കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അതിൻ്റെതായ രീതിയിൽ പഠിപ്പിച്ചാൽ നമുക്ക് ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അതായത് ചിലപ്പോൾ നമുക്കറിയാം, ചില കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഗിന്നസ് റെക്കോർഡൊക്കെ നേടുന്നതിൻ്റെ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ അവർ കൗണ്ട് ചെയ്യണമല്ലായിരിക്കും. അപ്പൊ എന്താണ്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എന്താണ് കുട്ടിയെ നമുക്ക് അതിന്റെ കറക്റ്റ് ഗൈഡൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുട്ടിക്ക് ആ ഒരു കപ്പാസിറ്റി കിട്ടും. അതാണ് ബ്രൂണർ പറയുന്നത്. മാത്തമാറ്റിക്സ് ഷുഡ് ഫോളോ ഓൺലി ഫിക്സഡ് സീക്വൻസ്. ഇതൊന്നുമല്ല. In mathematics, the idea that a student discovers the rule for even numbers after observing patterns 2, 4, 6, 8 represent passive learning, memorization, discovery learning, mechanical drilling. 2, 4, 6, 8 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പേഴ്സ് കുട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ട് കുട്ടി അവിടെ നിന്ന് ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അവിടെ എന്താണ്? ഡിസ്കവറി ലേണിംഗ്. കുട്ടി താനെ കണ്ടുപിടിച്ചെടുക്കുന്നതാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ഡിസ്കവറി ലേണിംഗ് ആണ്. Which of the following classroom practices is least aligned with Bruner's approach? എന്താന്ന് നോക്കാം. Provide concrete experience first. Encouraging self-discovery. അതുകൊണ്ട് giving formulas direct without exploration. Using visual aids to explain concept. അപ്പൊ ഇവിടെ ഏതായിരിക്കും? Providing concrete experience first. നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? അവർക്കൊരു കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കൊടുക്കണം. അതൊക്കെ ശരിയാണ് അല്ലെ. യൂസിങ് വിഷ്വൽ എയ്ഡ്സ് ടു എക്സ്പ്ലെയിൻ കൺസെപ്റ്റ്. അത് കുട്ടികൾക്ക് എന്താ കൂടുതലായിട്ട് മനസ്സിലാകും. ഗിവിങ് ഫോർമുലാസ് ഡയറക്റ്റ് വിത്തൗട്ട് എക്സ്പ്ലോറേഷൻ. ഒന്നും പറഞ്ഞു കൊടുക്കാണ്ട് ഞാൻ നേരെ ക്ലാസ്സിൽ വന്ന് പറയുകയാണ്, ദേ ഇതാണ് എന്താണ് റെക്റ്റാങ്കിൾ ആണ്, ഇത് അതിന്റെ എൽ ആണ്, ഇത് അതിന്റെ ബി ആണ്, നിങ്ങൾ പഠിച്ചോ ഏരിയ എന്ന് പറയുന്ന എല്ലിൻ്റെ ബി ആണ്, പ്രോബ്ലം ചെയ്തോ, ഇത് തന്നെയാണ്. ഡയറക്റ്റ് വേറെ ഒന്നും കൊടുക്കാണ്, ഡയറക്റ്റ് ഫോർമുല അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ. Which of the following is best aligned with the Bruner's teaching philosophy? Rote learning ഒരിക്കലും അല്ല. Behaviorist drill practice അല്ല. പിന്നെന്താണ്? Repetition without understanding. കുറെ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. Constructivist child centered ലേണിംഗിനാണ് ആര് പറയുന്നത്? ബ്രൂണറുടെ ഫിലോസഫി അനുസരിച്ച് പറയുന്നത്. Bruner's theory encourages teachers. എന്തിനാണ് എൻകറേജ് ചെയ്യുന്നത്? Deliver long lectures with a full explanation. പിന്നെന്താണ്? Let students copy answers from the board. Create learning situation that foster discovery. Avoid using visual materials in the class. ഇതല്ല അല്ലേ. Deliver long lectures with a full explanation. ക്ലാസ്സിൽ ഇരുന്ന് നേരെ വരിക, അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തെല്ലാം അങ്ങ് കൊടുക്കുക. അതുമല്ല. Let students copy answer from the board. ഞാൻ ബോർഡിൽ ഉത്തരം എഴുതി ഇടുവാണ്, നിങ്ങൾ എന്താ എഴുതി എടുത്തു എന്ന് പറയുന്ന ഒരിക്കലും ബ്രൂണറുടെ തിയറി ആയിരുന്നില്ല. എന്താണ് പറയുന്നത്? ക്രിയേറ്റ് ലേണിംഗ് സിറ്റുവേഷൻ ദാറ്റ് ഫോഴ്സ് ഡിസ്കവറി. എന്താണ്? അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക, കുട്ടികൾക്ക് സ്വയം കണ്ടെത്തി പഠിക്കാനായിട്ടുള്ളത്. The symbolic stage of representation. സിംബോളിക് എന്താണ്?
പിക്ചേഴ്സ് ആണോ? അല്ല. ഫിസിക്കൽ മോഡൽസ് ആണോ? അല്ല. യൂസിങ് മാത്തമാറ്റിക്കൽ സിംബൽസ് ആൻഡ് ലാംഗ്വേജ്, ഇതിനെയാണ് നമ്മൾ സിംബോളിക് സ്റ്റേജ്. എന്താണ്? പ്രതിരൂപാത്മക ഘട്ടം. എന്താണ്? എനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഇത് മൂന്നുമാണ് ബ്രൂണറുടെ തിയറി പറയുന്നത്. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. In the spiral curriculum, the concept like geometry would be introduced only in high class, taught in the same way at all grades, revisited is increasing depth at each level, omitted from primary school. ഒരിക്കലും പറ്റില്ല അല്ലെ? പ്രൈമറി സ്കൂളിലൊക്കെ നമുക്ക് ജോമെട്രി ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്താണ് സർക്കിൾ, എന്താണ് റെക്ടാങ്കിൾ, എന്താണ് ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞ്. ഇനി എന്താണ് ഇൻട്രൊഡ്യൂസിങ്? ഒരു ഹൈ സ്കൂളിൽ മാത്രമല്ല അത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഒരേ കാര്യം തന്നെ എല്ലാ ഗ്രേഡിലും പഠിപ്പിച്ചിട്ടും കാര്യമില്ല. എന്താണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്? റീവിസിറ്റഡ് ഇൻ ഇൻക്രീസിങ് ഡെപ്ത് അറ്റ് ഈച്ച് ലെവൽ. ഓരോ ലെവലിലും എന്ത് ചെയ്യണം? ഡെപ്ത് കൂട്ടി 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 നമ്മൾ കൊണ്ടുവരണം. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്പൈറൽ കരിക്കുലം എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ബ്രൂണർ, ലേണിംഗ് ഷുഡ് മൂവ് ഫ്രം, ലേണിംഗ് എങ്ങനെയായിരിക്കണം? ജനറൽ ടു സ്പെസിഫിക്, കോംപ്ലക്സ് ടു സിമ്പിൾ, ഇനാക്റ്റീവ് ടു ഐക്കോണിക് ടു സിംബോളിക്, സിംബോളിക് ടു ഐക്കോണിക് ടു ഇനാക്റ്റീവ്. ഇത് രണ്ടും അല്ല, ബ്രൂണറുടെ തിയറിയിൽ നമ്മൾ പഠിക്കുന്ന എന്താണ്? ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക് എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്കവറി ലേണിംഗ് ഇൻ മാത്സ്? മെമ്മറൈസിംഗ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒരിക്കലും ഡിസ്കവറി ലേണിംഗ് അല്ല. വാച്ചിങ് എ മാത്സ് വീഡിയോ ആൻഡ് കോപ്പിയിങ് നോട്ട്സ് അതുമല്ല അല്ലെ. എക്സ്പ്ലോറിംഗ് പാറ്റേൺസ് ടു ഫൈൻഡ് എ റൂൾ, എന്താണ് തന്നിരിക്കുന്ന പാറ്റേൺ? ഇപ്പൊ ഞാൻ 2, 4, 6, 8 എന്ന് പാറ്റേൺ കൊടുത്തു, കുട്ടി അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുവാണ്. ഇവിടെ എന്താണ്? 2 അല്ലെ, 2ന്റെ ഡിഫറൻസിൽ അവൻ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. ലിസണിങ് ടു ലെക്ചർ ആൻഡ് സോൾവിങ് പ്രീ ഗിവൺ സംസ്. കുറെയൊക്കെ നമുക്ക് വായിക്കുമ്പോൾ പെഡഗോഗി കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് നല്ല രീതിക്ക് വൃത്തിയായിട്ട് വായിച്ചു നോക്കണം. In Bruner's view, which representation comes after iconic stage എന്നാ പറയുന്നത്? അപ്പൊ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ഫസ്റ്റ് വൺ ഇനാക്റ്റീവ്, നെക്സ്റ്റ് ഐക്കോണിക്, നെക്സ്റ്റ് എന്താണ്? സിംബോളിക് ആണ്. അപ്പൊ ഏതാണ് ആഫ്റ്റർ ഐക്കോണിക് വരുന്നത്? സിംബോളിക് സ്റ്റേജ് ആണ്. A student solve a multiplication problem using blocks. This represent which mode of representation? Blocks ഉപയോഗിച്ച് അവൻ ചെയ്യാണ്. അതെന്താണ് അവിടെ? അത് ഏതായിരിക്കും? ഇനാക്റ്റീവ് ആയിരിക്കും അല്ലെ. പ്രവർത്തന ഘട്ടമാണ്, അവനായിട്ട് ചെയ്യുവാണ് അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ യൂസിങ് ബ്ലോക്സ് പ്രവർത്തന ഘട്ടമാണ്. അവിടെ എന്താണ്? ആക്ഷൻ ബേസ്ഡ് ആണ് ഇനാക്റ്റീവ് എന്ന് പറയുന്നത്. ബ്രൂണേഴ്സ് അപ്രോച്ച് എൻകറേജസ് ലേണർ മെമ്മറൈസിംഗ് ഫാക്ട്സ് ആൻഡ് ഫോർമുല അല്ല. പാസീവ്ലി ലിസൺ ടു ദ ടീച്ചർ ലെക്ചർ, ടീച്ചർ ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ടിരിക്കുക എന്നുള്ളതല്ല. റിപ്പീറ്റ് സോൾവ് പ്രോബ്ലംസ് അതുമല്ല. എന്താണ്? ഡിസ്കവർ കൺസെപ്റ്റ് ത്രൂ എക്സ്പ്ലോറേഷൻ, ഡിസ്കവറി ലേണിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫീച്ചർ ഓഫ് ദ സ്പൈറൽ കരിക്കുലം? ലീനിയർ പ്രോഗ്രഷൻ ഓഫ് അൺറിലേറ്റഡ് ടോപ്പിക് ആണോ? അല്ല. ടീച്ചിങ് കൺസെപ്റ്റ് ഓൺലി വൺസ് ഇൻ എ ഇയർ അതുമല്ല. ടീച്ചിങ് ഓൺലി അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് ഇൻ ഹയർ ക്ലാസ് അതുമല്ല. എന്താണ് പറയുന്നത്? റീവിസിറ്റിംഗ് ടോപ്പിക് വിത്ത് ഇൻക്രീസിങ് ഡെപ്ത് ഓവർ ടൈം അല്ലേ. ഓരോ സമയത്തും ഡെപ്ത് കൂട്ടി 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 പഠിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രൂണറുടെ തിയറി നിങ്ങൾ ഓൾറെഡി തിയറി നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പെഡഗോഗി ക്ലാസ്സും കണ്ടിട്ടുണ്ടാകും. ഇപ്പൊ ഈ ഒരു 30 ക്വസ്റ്റ്യനൂടെ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം? ഇനി അടുത്തത് ആരാണ്? നമ്മുടെ ഗാഗ്നെയാണ്. ഗാഗ്നയുടെ തിയറിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.